നമസ്കാരം, ഞാൻ സന്ദീപ്. എല്ലാവർക്കും മാത്ത് ബൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററായിരുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പൈതഗോറസ് തിയറത്തെ കുറിച്ച് പഠിച്ചു. അതുകൂടാതെ തന്നെ നമ്മൾ റേഷ്യോസിനെ കുറിച്ചും പഠിച്ചിരുന്നു. ആ റേഷ്യോസ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു മട്ടത്രികോണത്തിലെ കോണുകളുടെ അളവുകൾ 45 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെ ആയാൽ അവയുടെ വശങ്ങളുടെ അംശബന്ധം 1:1:√2 എന്നായിരിക്കും. ഇഫ് ദ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആർ 45 ഡിഗ്രി, 90 ഡിഗ്രി, then the sides are in the ratio 1:1:√2. അതുപോലെ തന്നെ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മട്ടത്രികോണത്തിലെ കോണുകളുടെ അളവുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെ ആയാൽ അവയുടെ വശങ്ങളുടെ അംശബന്ധം 1:3:2 എന്നായിരിക്കും. അതായത് ഇഫ് ദ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആർ 30 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, then the sides are in the ratio 1:3:2 എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ മറ്റൊരു പോയിന്റ് പറഞ്ഞിരുന്നു. പൈതഗോറസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാനാണ് നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് സൈഡ് നമുക്ക് തരില്ല, ഏതെങ്കിലും ഒരു സൈഡും ഒരു കോണളവും തന്നാൽ നമുക്ക് ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ റേഷ്യോസ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു ട്രയാംഗിളിൽ രണ്ട് സൈഡ് തന്നിട്ട് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ആംഗിളും ഒരു സൈഡിൻ്റെ നീളം തന്നു കഴിഞ്ഞാൽ ബാക്കി സൈഡ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നു? റേഷ്യോസ്, ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞ് അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഗിവൺ ട്രയാംഗിൾ. അതായത് ഈ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ റേഷ്യോ, അംശബന്ധം എഴുതാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസിനെ കുറിച്ചാണ്. പക്ഷേ ഈ ട്രയാംഗിൾ എന്തല്ല, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൈതഗോറസ് തിയറമോ അല്ലെങ്കിൽ റേഷ്യോസോ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല, ഇല്ലേ? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മട്ടത്രികോണം അല്ലാത്ത ത്രികോണങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ അതിനെ നമ്മൾ മട്ടത്രികോണങ്ങളാക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ പൈതഗോറസ് തിയറം അല്ലെങ്കിൽ റേഷ്യോസ് നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ട്രയാംഗിളിനെ ഒരു രണ്ട് മട്ടത്രികോണങ്ങളാക്കി ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എയിൽ നിന്നും ബി സിയിലേക്ക് ഒരു ലൈൻ വരച്ചു. ആ ലൈൻ എന്ന് പറഞ്ഞാൽ ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അതായത് പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലംബമായിട്ട് എന്ന് പോകുമ്പോൾ 90 ഡിഗ്രിയിലായിരിക്കും പോകുന്നത്, നമുക്കറിയാമല്ലോ. ഇനി ഇപ്പോൾ ഇവിടെ രണ്ട് ട്രയാംഗിൾ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ട്രയാംഗിൾ, ഇതാണ് സെക്കൻഡ് ട്രയാംഗിൾ. ഫസ്റ്റ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ABD എന്ന് പറയുന്ന ഒരു മട്ടത്രികോണവും അടുത്ത ട്രയാംഗിൾ ADC എന്ന് പറയുന്ന മറ്റൊരു മട്ടത്രികോണവും. നമുക്ക് ഈ ഓരോ ട്രയാംഗിൾസിനെ എടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് നോക്കാം, ഈ ABD എന്ന് പറയുന്ന ത്രികോണത്തിനും ADC എന്ന് പറയുന്ന മട്ടത്രികോണത്തിനും കോമൺ ആയിട്ട്, അതായത് പൊതുവായിട്ട് വരുന്ന ഒരു സൈഡാണ് AD എന്ന് പറയുന്ന വശം. അപ്പോൾ ഞാൻ അതിനെ എന്തായിട്ട് എടുത്തു? X എന്നൊരു മെഷർമെന്റ് എടുത്തു, അല്ലേ? ഇനി ഈ ട്രയാംഗിൾ തന്നിട്ട് നമുക്ക് ആംഗിൾ A = 105, ആംഗിൾ B = 45, ആംഗിൾ C = 30 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ഫസ്റ്റിലത്തെ ഈ ഒരു ട്രയാംഗിൾ എടുക്കാം. ഇൻ ട്രയാംഗിൾ ABD, ട്രയാംഗിൾ ABD ഞാൻ എടുത്തിരിക്കുകയാണ്. ട്രയാംഗിൾ ABD, ഈ ട്രയാംഗിൾ ABDയിൽ ആംഗിൾ B = 45 ഡിഗ്രി, ദെൻ ആംഗിൾ D = 90 ഡിഗ്രി, അല്ലേ? ഇനി ഈ ആംഗിൾ A നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ A = 105 ഡിഗ്രി തന്നിട്ടുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ട്രയാംഗിളിൻ്റെ അല്ല, ഈ വലിയ ട്രയാംഗിളിൻ്റെ ആയിരുന്നു. ഇതിന് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ ആംഗിളും ഡിവൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾ A ഒന്ന് ഫൈൻഡ് ചെയ്യാം. ആംഗിൾ A = 180 ഡിഗ്രി മൈനസ് ആംഗിൾ B പ്ലസ് ആംഗിൾ D. ഇതെന്താണെന്ന് എഴുതിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമോ?
ഇതാണ് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ ആണ് എഴുതിയത്. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇവ രണ്ടും കൂടി കൂട്ടിയതിനു ശേഷം 180 നിന്ന് കുറച്ചാൽ മതി. അപ്പം ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ ബി എന്ന് പറയുന്നത് 45 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 135 ഡിഗ്രി എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അതായത് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ സൈഡ്സ് ഒന്ന് എഴുതി നോക്കാം. അതായത് നമുക്ക് ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ആംഗിൾസ് എഴുതുള്ളൂ. ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ ആംഗിളായി 45. അപ്പം നമുക്ക് ഈ ആംഗിൾ എന്താ കിട്ടി? 45 ഡിഗ്രി കിട്ടി. 45, 45, 90. അപ്പോൾ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി, ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നോക്ക്, ഇവിടെ നമുക്ക് ആംഗിളിന്റെ മെഷർമെന്റ് കണ്ടില്ലേ? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. നമ്മൾ നേരത്തെ റേഷ്യോ പഠിച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആയ അവയുടെ വശങ്ങളുടെ അംശബന്ധം 1:1:√2 എന്നായിരിക്കും. അപ്പം നമുക്ക് എഴുതാം, റേഷ്യോ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 1:1:√2 എന്നായിരിക്കും. ഈ 1 വരുന്ന എവിടെയാണെന്ന് അറിയാമല്ലോ. ഇത് 45 ഓപ്പോസിറ്റ് ആയിരിക്കും, ഇത് 45 ഓപ്പോസിറ്റ് ആയിരിക്കും, ഇത് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ 1 എന്ന് പറയുന്ന ഒരു വശത്തെയാണ് ഞാൻ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ റേഷ്യോ 1 ആണല്ലോ, അപ്പോൾ ഇവിടെ എക്സ് ആണ്. അപ്പം ഇവിടെയും 1 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ 45 ഓപ്പോസിറ്റ് 1, ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് ഇവിടെ ആയിരിക്കും √2 അല്ലേ? നമുക്കൊരു കോമൺ നമ്പർ എടുക്കാം. ഇവിടെ എക്സ് എന്ന് പറയുന്നൊരു കോമൺ നമ്പർ എടുക്കാം. ഒരു കോമൺ നമ്പറിനെ നമ്മൾ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒറിജിനൽ നമ്പർ കിട്ടുന്നത്. അപ്പം ഈ വശത്തെ നമുക്ക് ഇവിടെ എക്സ്, അത് റേഷ്യോ 1, അതുകൊണ്ട് നമുക്ക് ആ വശത്തിന് എന്തെടുക്കാം? എ ബി ഈസ് ഈക്വൽ ടു സൈഡ്സ് എ ബി അല്ല എ ഡി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നെ എടുക്കാം ഇല്ലേ? ഇനി അടുത്തത് ബി ഡി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഇവിടെ എക്സ് ആയതുകൊണ്ട് ഇവിടെ എക്സ് തന്നെ ആയിരിക്കും, എക്സ്. ഇനി എ ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? എക്സ് എന്ന് പറയുന്ന കോമൺ നമ്പറാണ്, റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ √2 എന്ന റേഷ്യോ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ √2x അല്ലേ? അപ്പം നമുക്ക് ഇതിന്റെ 3 വശങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ 3 വശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ട്രയാങ്കിളിന്റെ 3 വശങ്ങളും കണ്ടുപിടിക്കാം. ഇൻ ട്രയാങ്കിൾ ഏതാണ്? എ ഡി സി. നമുക്ക് ഓരോ ആംഗിൾ എഴുതാം. ആംഗിൾ സി ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 ഡിഗ്രി. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി ഇവിടെ ആംഗിൾ എ നമുക്കറിയാമോ? ഇല്ല. അപ്പം നമ്മൾ ആംഗിൾ എ ഫൈൻഡ് ചെയ്യണം. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ ഡി എത്രയായിരുന്നു? 90 ഡിഗ്രി. നമ്മൾ ഇവിടെ എത്തുന്ന ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി പ്ലസ് ആംഗിൾ സി 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 പ്ലസ് 30 വരുമ്പോൾ എത്രയാവും? 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഈ ആംഗിൾ നമുക്ക് എന്തായിട്ട് കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ആ ട്രയാങ്കിൾസിന്റെ നമുക്ക് ആംഗിൾസ് ഒന്ന് എഴുതി നോക്കാം. ആംഗിൾസ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുള്ളൂ. ഫസ്റ്റ് വൺ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ദെൻ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇത് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാം, നോക്കാം, ഒരു ട്രയാങ്കിളിന്റെ
കോണുകളുടെ അളവ് 30 ഡിഗ്രി 90 ഡിഗ്രി 60 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും? 1:√3:2 എന്നായിരിക്കും. അപ്പം റേഷ്യോ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 1:√3:2 എന്നായിരിക്കും. ഈ 1 വരുന്നത് ഏറ്റവും ചെറിയ ആംഗിളായ 30ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ 1 വരുന്നത് √3 വരുന്നത് അടുത്ത ആംഗിളായ 60ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ 2 എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് സൈഡ്, അതായത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഹൈപ്പോട്ടന്യൂസിലായിരിക്കും ആ 2 വരുന്നത്. ഇനി നമുക്ക് എഴുതാം. ഇനി ഇവിടെ സൈഡ്സ് ഇത് 30ക്ക് ഓപ്പോസിറ്റ് ആണ് 1. ഈ 30ക്ക് ഓപ്പോസിറ്റ് അല്ലേ നമുക്കിവിടെ എക്സ്, ഇവിടുത്തെ റേഷ്യോ ആണ് 1 എന്ന് പറയുന്നത് അല്ലേ. ഇനി 60ക്ക് ഓപ്പോസിറ്റ് വരുമ്പോൾ റേഷ്യോ എത്ര വരും? √3. 90ക്ക് ഓപ്പോസിറ്റ് വരുമ്പോൾ 2. ഇങ്ങനെയല്ലേ കിടക്കുന്നത്. ഇനി നമുക്ക് എഴുതി നോക്കാം. 30ക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ റേഷ്യോ 1 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് റേഷ്യോ 1. അവിടുത്തെ റേഷ്യോ ആയ 1ന് നമ്മൾ ഒരു കോമൺ നമ്പർ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1x എന്ന് കിട്ടുന്നു. സൈഡ്സ് ഏതാണ്? AD ഈസ് ഈക്വൽ ടു എക്സ്. ഇനി അടുത്ത സൈഡ് എടുക്കാം നമുക്ക്. ഏതാണ് അടുത്തത്? 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. 60ക്ക് ഓപ്പോസിറ്റ് ആണ് DC അല്ലേ. DC നമുക്ക് കണ്ടുപിടിക്കാം. DCയുടെ റേഷ്യോ എത്രയാണ്? √3 ആണ്. കോമൺ നമ്പർ x ആണ്. അപ്പം √3x. ഇനി അടുത്ത ഏറ്റവും വലിയ സൈഡ് ഹൈപ്പോട്ടന്യൂസ് എടുക്കാം. ഏതാണ്? AC. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് AC ആണ്. AC ഈസ് ഈക്വൽ ടു, ACയുടെ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. 2 ആണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോമൺ നമ്പർ x ആണ്. അതുകൊണ്ട് 2x എന്ന് കിട്ടും. കണ്ടില്ലേ? നമുക്കിങ്ങനെ ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് നമുക്കിങ്ങനെ ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ, അതായത് ഈ ലാർജ് ട്രയാങ്കിളിന്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആ ട്രയാങ്കിളിന്റെ പേരെന്താണ്? ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എഴുതാം. ഇൻ ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് ആംഗിൾസ് എഴുതുമ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡർ തന്നെ എഴുതാം. ഈ വലിയ ട്രയാങ്കിളിന്റെ ഏറ്റവും ചെറിയ ആംഗിളാണ് ആംഗിൾ C. ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? AB ആണ്. അപ്പോൾ AB ഈസ് ഈക്വൽ ടു, നമ്മൾ AB ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് AB ഈസ് ഈക്വൽ ടു √2x എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് √2x, ഇത് 2x ആയി അല്ലേ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി AB ഈസ് ഈക്വൽ ടു √2x. ഇനി അടുത്ത 30ക്ക് കഴിഞ്ഞുള്ള ആംഗിളാണ് 45 ഡിഗ്രി. ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് AC. AC ഈസ് ഈക്വൽ ടു, AC എത്രയാണ്? 2x നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2x. AC ഈസ് ഈക്വൽ ടു 2x നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമുക്ക് വേണ്ടത് 105 ഓപ്പോസിറ്റ് ഉള്ള BC ആണ് വേണ്ടത്. അപ്പൊ ഇനി നമുക്ക് BC കണ്ടുപിടിക്കാം. BC ഈസ് ഈക്വൽ ടു, BC എന്ന് പറയുന്നത് ഈ BDയും DCയും കൂടി ആഡ് ചെയ്യുന്നതാണ്. ഈ BD നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? BD ഈസ് ഈക്വൽ ടു x ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി DC ഈസ് ഈക്വൽ ടു √3x എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. DC ഈസ് ഈക്വൽ ടു √3x. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ കൂട്ടുകയും വേണം, ഇവിടെ നിന്ന് ഇവിടം വരെ കൂട്ടുകയും വേണം. എങ്കിലല്ലേ നമുക്ക് BC കിട്ടുകയുള്ളൂ. സോ BC കിട്ടുകയുള്ളൂ. അപ്പോൾ BC ഈസ് ഈക്വൽ ടു DC പ്ലസ് BD ഈസ് ഈക്വൽ ടു, DC എത്രയായിരുന്നു? √3x പ്ലസ് BD എത്രയായിരുന്നു? x അല്ലേ. ഇനി ഈസ് ഈക്വൽ ടു, ഇവിടെ x കോമൺ ആയതുകൊണ്ട് നമുക്ക് ഒരു x പുറത്തെടുത്തിട്ട് √3 പ്ലസ് ഇവിടുന്ന് ഒരു x പോയി കഴിയുമ്പോൾ √3 മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഒരു x പോയി കഴിയുമ്പോൾ 1. അപ്പം x ഇൻറ്റു √3 പ്ലസ് 1 എന്ന് നമുക്ക് ഇത് കിട്ടും. BC എന്ന് കിട്ടും. ഇനി റേഷ്യോ ഓഫ് സൈഡ്സ്, AB ഈസ് ടു AC ഈസ് ടു BC ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എത്രയാണ്? AB √2x ഈസ് ടു BC, 2x ഈസ് ടു then BC x √3 പ്ലസ് 1.
ഇതാണ് ഇതിൻ്റെ റേഷ്യോ. ഇപ്പം നമുക്ക് ഇതാണ് നമ്മൾ സൈഡ്സ് എഴുതിയത്. അതായത് എ ബി എന്ന് പറഞ്ഞാൽ √2x, ഈ എ ബി എന്ന് പറഞ്ഞാൽ √2x. ഇനി അടുത്തത് എ സി എന്ന് പറയുന്നത് 2x, ഈ എ സി എന്ന് പറയുന്നത് 2x. ദെൻ ബി സി എന്ന് പറയുന്നത് x + √3 + 1. അത് ബി സി കിട്ടിയത് നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്, അത് എഴുതി. ഇനി ഇത് നമ്മളൊരു റേഷ്യോ പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമുല പറയുള്ളൂ. കോമൺ ആയിട്ടുള്ളൊരു നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ ഡിവൈഡ് ചെയ്തോളം പറയാം. ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ട് എക്സ് ഇല്ലേ, അപ്പോൾ നമുക്ക് ഓരോന്നിനെയും നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ എക്സ് പോയി, ഈ എക്സ് കട്ടായി, ഈ എക്സ് കട്ടായി. അപ്പോൾ റേഷ്യോ എത്ര കിട്ടും? √2:2 + 1. നമുക്ക് ആൻസർ കിട്ടും. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഒരു അഡീഷണൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു. ഏതായിരുന്നു? ആംഗിൾ സം പ്രോപ്പർട്ടി. ഇതാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞൊരു പോയിന്റ്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ആണ്, ഇല്ലേ? ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നുകൂടി പറഞ്ഞേക്കാം. ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൽ അല്ലെ ഏതൊരു ട്രയാങ്കിളിലും 3 ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഗിവൺ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എ ബി സി എന്ന് പറയുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അല്ലേ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയുന്നത്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും ചെയ്യും, ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി എന്ന 2 പ്രോപ്പർട്ടി നമുക്കറിയാം. അപ്പോൾ എഴുതാം. നമുക്കിവിടെ തന്നിട്ടുണ്ട് ബി സി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എന്തെഴുതാം എനിക്ക്? എ ബി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആൻഡ് എ സി ഓൾസോ ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, അല്ലേ? ഇത് 4 ആയിരിക്കും, ഇതും 4 സെൻറ്റിമീറ്റർ, ഇതും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ന് എനിക്ക് എഴുതാൻ കഴിയും, അല്ലേ? ഇനി നമുക്കിനി ഒരു കാര്യം കൂടി അറിയാം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇത് രണ്ടും എഴുതി എന്താണെന്ന് കാര്യം അറിയാലോ നമുക്ക്. എന്താണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 വശങ്ങളും തുല്യമായിരിക്കും, 3 കോണുകളും തുല്യമായിരിക്കും. അതിൽ ഓരോ കോണും 60 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് 4, ഇത് 4, ഇതും 4. ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഇനി ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പം നമുക്ക് നോക്കാം. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? ½ × b × h എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. അതായത് ½ × b × h എന്ന് വെച്ചാൽ ബേസ് × ഹൈറ്റ്. ബേസ് എന്ന് വെച്ചാൽ പാദം, ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല നമ്മൾ എടുക്കേണ്ട ഹൈറ്റ്, ഇതല്ല, ഇത് സ്ലാൻഡഡ് ഹൈറ്റ് ആണ് വന്നിരിക്കുന്നത്, ചരിഞ്ഞുള്ളതാണ്. നമ്മൾ എന്തിൻ്റെ ഹൈറ്റ് എടുക്കുമ്പോൾ നേരെ പെർപെൻഡിക്കുലർ മേലോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ തന്നെ അവിടുത്തെ ആംഗിൾ മെഷർമെന്റ് നമുക്കറിയാം എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പുറത്ത് 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ എഴുതി കാണിക്കില്ല, ഇങ്ങനെ മട്ടം പോലെ കാണിക്കുള്ളൂ, അല്ലേ? ഇനി നമുക്കറിയാം, നമുക്ക് ഇക്വേഷനകത്ത് ഹാഫ്, അത് കോമൺ ഇക്വേഷനകത്തുള്ളതാണ് ഹാഫ്. ഇനി ബി എന്ന് പറയുന്ന ബേസ് നമ്മുടെ ഉണ്ട്, ബി സി എന്ന് പറയുന്ന ബേസ് നമ്മുടെ ഉണ്ട്. ഇനി എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഈ എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ എച്ച് എന്നുള്ള ഹൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീടാണ് നമ്മൾ ഇക്വേഷനകത്ത് കൊണ്ടുവന്ന് ഏരിയ കണ്ടുപിടിക്കേണ്ടത്, ഇല്ലേ? നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ ഞാൻ പെർപെൻഡിക്കുലർ വരച്ചപ്പോഴത്തേക്ക് ഇവിടെ 2 ട്രയാങ്കിളായി. ആദ്യത്തേത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു. അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പ്രോപ്പർട്ടി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എന്തായി? ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചപ്പോഴത്തേക്കും ഇത് 2
റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആയി, അതായത് രണ്ടും മട്ടത്രികോണങ്ങളായി മാറിയിട്ടുണ്ട്. മട്ടത്രികോണമായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ഒന്നെങ്കിൽ പൈതഗോറസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് റേഷ്യോസ് യൂസ് ചെയ്യാം ഇല്ലേ. ഇനി അതുപോലെ തന്നെ ഒരു ഇക്വലന്റ് ട്രയാങ്കിളിനെ നമ്മളിത് ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് സൈഡിന് ഒരു പെർപെൻഡിക്കുലർ വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡിനെ അത് ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇത് ഫുള്ള് 4 സെൻറ്റിമീറ്റർ ഉണ്ട്, അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഇട്ടിട്ടുണ്ടല്ലോ, ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇട്ടിട്ടുണ്ടല്ലോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ നമുക്ക് എടുക്കാം. ഇൻ ട്രയാങ്കിൾ ADC. ഈ ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ADയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ADC എടുക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രയാങ്കിൾ എടുത്താലും മതി, ADB. അതായത് AD വരുന്ന ട്രയാങ്കിൾ എടുക്കണം, ഇഷ്ടമുള്ള ട്രയാങ്കിൾ നമുക്ക് എടുക്കാം. ഇനി ട്രയാങ്കിൾ ADC. ഇനി അതിനകത്തുള്ള ഓരോ ആംഗിൾ മെഷർമെൻറ്റ് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ആംഗിൾ D = 90 ഡിഗ്രി. കാര്യം എന്താണ്? പെർപെൻഡിക്കുലർ ആണ്, അതായത് AD പെർപെൻഡിക്കുലർ ടു BC ആയതുകൊണ്ട്, അതായത് AD എന്ന് പറയുന്നത് BCക്ക് ലംബമാണ്, അതുകൊണ്ട് ഈ ആംഗിൾ D എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ ആംഗിൾ C. ആംഗിൾ C = 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. കാര്യം ഇക്വാഡ്രേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട്, അതായത് സമഭുജ ത്രികോണങ്ങളായതുകൊണ്ട് നമുക്കതിനെ എന്ത് പറയാം? 60 ഡിഗ്രി ആണെന്ന് പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ആംഗിൾ A മെഷർ ചെയ്യണം. ആംഗിൾ A = 180 ഡിഗ്രി മൈനസ് ആംഗിൾ D പ്ലസ് ആംഗിൾ C ഇല്ലേ. 180 നിന്നും ആംഗിൾ Dയും ആംഗിൾ Cയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടും. അത് നമ്മൾ കഴിഞ്ഞ പ്രവൃത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 180 ഡിഗ്രി മൈനസ് ആംഗിൾ D എത്രയായിരുന്നു? 90 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി അല്ലേ. 90 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. ഇനി അപ്പം = 180 ഡിഗ്രി മൈനസ് 150 ഡിഗ്രി = 30 ഡിഗ്രി. ആംഗിൾ A = എത്ര കിട്ടി? നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ A = 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് എഴുതാം, ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് ആ സൈഡ്സിന്റെ റേഷ്യോ ഒന്ന് എഴുതി നോക്കാം. ആംഗിൾ A = 30 ഡിഗ്രി. അപ്പം ഇവിടെ നമുക്ക് എത്ര കിട്ടി? 30 ഡിഗ്രി. നമ്മൾ ആംഗിൾസ് എഴുതുമ്പോൾ നമ്മൾ അസെൻഡിങ് എഴുതുള്ളൂ. ആംഗിൾ A = 30 ഡിഗ്രി, ആംഗിൾ C = 60 ഡിഗ്രി, ആംഗിൾ D = 90 ഡിഗ്രി. അപ്പം ഏറ്റവും ചെറിയ ആംഗിൾ 30 ഫസ്റ്റ് എഴുതി, പിന്നീട് 60 എഴുതി, പിന്നീട് 90 എഴുതി. ഇനി നോക്കാം. ഇനി ഇതാ നോക്ക്, ആംഗിൾസ് ട്രയാങ്കിളിലെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിവ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ? നമുക്കറിയാം. റേഷ്യോ ഓഫ് സൈഡ്സ് = 1:√3:2 എന്നതായിരിക്കും. ഈ 1 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും, √3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും, 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഓരോ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ 2 എന്നുണ്ടല്ലോ, അതായത് 1 ആണ് അവിടുത്തെ റേഷ്യോ. നമുക്ക് അവിടെ ഒരു കോൺസ്റ്റന്റ് നമ്പർ ഇട്ട് കൊടുക്കാം. അവിടുത്തെ റേഷ്യോ ഇൻറ്റു കോൺസ്റ്റന്റ് നമ്പർ 1 × x, അതായത് 1x എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം 1x = 2 ആണ് കിട്ടിയത്, അതായത് x = 2 കിട്ടി. അപ്പം നമ്മളിനി ബാക്കി എല്ലായിടത്തും ആ എക്സ് കോമൺ നമ്പറായ എക്സ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അടുത്ത സൈഡിൽ കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് DC = x എന്ന് കിട്ടി. DC = 2 എന്ന് കിട്ടി അല്ലേ. DC = 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കണ്ടേ? AD = ഇവിടെ 1x ആണ് 2, 1x ആണ് 2. അപ്പം √3 ആകുമ്പോഴോ √3x, √3 × 2, 2√3 വരും. AD = 2√3 എന്ന് കിട്ടും. ഇവിടെ എല്ലാവർക്കും ഈ 2√3 ആയിട്ട് ഒരു സംശയം ഉണ്ടല്ലേ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ റേഷ്യോ ആണ് 1 കിടക്കുന്നത് ഇല്ലേ. അപ്പോൾ അവിടെ ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നമ്മൾ എത്ര? 1 × x = 2 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ x = 2 എന്ന് കിട്ടി. അപ്പം കോമൺ നമ്പർ, അപ്പം x എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഈ ഇവിടെ എല്ലാത്തിനും, അതായത് കോമൺ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറാണ് 2. അപ്പം നമ്മൾ ഈ ബാക്കി രണ്ട് സൈഡ്സിന്റെ റേഷ്യോയുടെ കൂടെ ഈ കോമൺ നമ്പറായ 2 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 1x 2 കിട്ടി, അപ്പോൾ x = 2 കിട്ടി. അപ്പം ഈ AD = എത്ര കിട്ടും? 2 × √3 = 2√3. ഇനി അടുത്തത് ഇതെടുക്കാം. ഏതാണ്? AC = എന്ത് വരും? റേഷ്യോ ആയ 2 × കോമൺ നമ്പർ 2 = 4 എന്ന് കിട്ടും.
മനസ്സിലായോ? അതുപോലെയാണ് എ ഡി ഈസിക്കൽ ടു 2√3 കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈസിക്കൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഈസിക്കൽ ടു ഹാഫ് നമ്മുടെ ഉള്ളതാണ്. ബേസ് എത്രയാണ്? ബേസ് ഇവിടെ 2 അല്ല, ഈ ഫുള്ള്, അതായത് ഈ ഫുള്ള് ട്രയാങ്കിളിൻ്റെ ആകുമ്പോൾ ഇത് വേണം നമ്മൾ. ഏതാണ് 4. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പം 2√3. 2√3. ഈ 2 ക്യാൻസൽ, ഈ 2 ക്യാൻസൽ, ഇവിടെ ബാക്കി 2 ഈസിക്കൽ ടു 2 ഇൻറ്റു 2 4√3. എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് സംശയം വരുന്ന ഒരു പാർട്ട് ഇവിടെയാണ്. എങ്ങനെ 2√3 കിട്ടിയെന്നുള്ളതായിരിക്കും സംശയം. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്കറിയാം റേഷ്യോ 1 ആണ്, ഇവിടെ റേഷ്യോ √3 ആണ്, ഇവിടുത്തെ റേഷ്യോ 2 ആണ്. ഇനി ഇവിടുത്തെ റേഷ്യോ 1 റേഷ്യോ ആണ്, എന്നാൽ അവിടുത്തെ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണ് ഇല്ലേ? റേഷ്യോ 1 ആണ്, ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1x എന്ന് പറയുന്നത് 2 ആണ്. ഒരു എക്സ് എന്ന് പറയുന്നത്, അതായത് റേഷ്യോയെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് ഒറിജിനൽ നമ്പർ കിട്ടുന്നത് ഇല്ലേ? അപ്പം ഈ ഫുൾ റേഷ്യോ അപ്പം 1:√3:2. അപ്പം ഈ 1നെ ഫസ്റ്റ് റേഷ്യോ ഈ 1നെ നമ്മൾ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്ത് ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബാക്കി എല്ലാ നമ്പറിനും നമ്മൾ എന്ത് ചെയ്യണം? ആ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ ഇത് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തില്ലായിരുന്നോ? ഒരു നമ്പറിനെ ഒരു റേഷ്യോയെ നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എല്ലാത്തിനും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ തിരിച്ച് നമുക്ക് കിട്ടും. അത് റേഷ്യോ ചെറുതാക്കാൻ വേണ്ടി. ഇതിപ്പോൾ റേഷ്യോ നിന്ന് വലുതാക്കാൻ വന്നപ്പം തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ 2 ആണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പം 2 മൾട്ടിപ്ലൈ, ഇവിടെ 2 മൾട്ടിപ്ലൈ. അങ്ങനെയാണ് 2√3 4 കിട്ടിയത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ 2 പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ചെയ്ത് പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി നമ്മളിനി അടുത്ത ക്ലാസ് കൂടി ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആയിരിക്കും. അതായത് ആക്ടിവിറ്റീസ് നമ്മൾ 1 by 1 ആയിട്ട് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അതിനുള്ള സബ് പോയിന്റ്സ് ഒന്നും നമുക്ക് പറയാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത് ഫുള്ള് ട്രയാങ്കിൾസിനെ കുറിച്ചുള്ള പ്രോബ്ലംസ് ആണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രയാങ്കിൾസിൻ്റെ ടൈപ്സ്, അതിനെക്കുറിച്ച് ട്രയാങ്കിൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ക്ലാസിഫിക്കേഷൻ, അതായത് ഒരു ട്രയാങ്കിൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ട്രയാങ്കിളാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇങ്ങനെ പ്രത്യേകത ഈ ട്രയാങ്കിളിനുണ്ട് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് അറിയണം. അതായത് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഒരു ട്രയാങ്കിൾ എന്ന് നോക്കാം. ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? 3 വശങ്ങളുള്ള ഒരു ബഹുഭുജം. അതായത് എ ട്രയാങ്കിൾ ഈസ് എ 3-sided പോളിഗൺ എന്നാണ് പറയുന്നത്. 3 വശങ്ങളുള്ള ഒരു ബഹുഭുജം. അപ്പോൾ നമ്മളോട് ചോദിക്കാം എന്താണ് ബഹുഭുജം ഇല്ലേ? 3 വശങ്ങളുള്ള ബഹുഭുജമാണ് ത്രികോണം. എന്താണ് ബഹുഭുജം? ഈ ബഹുഭുജം അല്ലെങ്കിൽ ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈൻ സെഗ്മെന്റ്സ് കൊണ്ട് മാത്രം ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഫിഗറിനെയാണ് ഒരു പോളിഗൺ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ സെഗ്മെന്റ്സ് ഉപയോഗിച്ച് നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് വരയ്ക്കുന്നു. കണ്ടോ? ഇതൊരു 4 ലൈൻ സെഗ്മെന്റ്സ് വെച്ച് ക്ലോസ്ഡ് ആയിട്ട് വരച്ചിരിക്കുന്നു. ഇതൊരു പോളിഗൺ ആണ്. ഇത് ഒരു പോളിഗൺ ആണ്. ഇത് ഒരു പോളിഗൺ ആണ്. കണ്ടോ? ഇതും ഒരു പോളിഗൺ ആണ്. ഇവയെല്ലാം എന്താണ്? പോളിഗൺസ് ആണ്. കാര്യം ഇതെല്ലാം ലൈൻ സെഗ്മെന്റ്സ് കൊണ്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഇതൊരു പോളിഗൺ അല്ല. കാര്യം ഇതിനകത്ത് ഒരു ലൈനേ ഉള്ളൂ, ഒരെണ്ണം കേർവ്ഡ് ലൈനാണ്. കേർവ്ഡ് ലൈൻ പറ്റില്ല. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ലൈൻ വെച്ച് നമ്മൾ വരയ്ക്കുന്ന ക്ലോസ്ഡ് ആയിട്ട് വരയ്ക്കുന്ന ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? പോളിഗൺസ്. ഇനി ഫോർ എക്സാമ്പിൾ ഇതൊരു പോളിഗൺ അല്ല. കാര്യം എന്താണ്? ഇതിവിടെ ക്ലോസ്ഡ് ആയിട്ടില്ല. ഇത് ക്ലോസ് ആകണം. അതാണ് പോളിഗൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ പറഞ്ഞ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-sided പോളിഗൺ നമ്മൾ എന്ത് പറയും? ട്രയാങ്കിൾ. അപ്പം പോളിഗൺ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം 3-sided പോളിഗണാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം എന്താണ് ഒരു പോളിഗൺ വരണമെങ്കിൽ മിനിമം 3 വശങ്ങൾ വേണം. അപ്പം 3-sided പോളിഗണാണ് ട്രയാങ്കിൾ. ഇനി 4-sided പോളിഗൺ ഏതാണ്? ക്വാഡ്രിലാറ്ററൽ. 5-sided പോളിഗണാണ് നമ്മൾ പറയുന്നത് പെന്റഗൺ. 6-sided പോളിഗൺ ഹെക്സഗൺ. 7-sided പോളിഗൺ ഹെപ്റ്റഗൺ. 8-sided പോളിഗൺ ആണ് നമ്മൾ
ഒക്ടഗൺ, അങ്ങനെ അങ്ങനെ നമ്മൾ താഴോട്ട് പറഞ്ഞു പോകും. നമുക്കിതിനകത്ത് ഒരു 3, 4, 5 ഇത്രയും മതി. അതിന് താഴോട്ട് നമുക്ക് വേണ്ട. അതിന് പേരൊന്നും അറിഞ്ഞിരിക്കുക. 3 സൈഡഡ് പോളിയാണ് ട്രയാങ്കിൾ, 4 സൈഡഡ് പോളിയാണ് ക്വാഡ്രിലാറ്ററൽ, 5 സൈഡഡ് പോളിയാണ് പെന്റഗൺ, 6 സൈഡഡ് പോളിയാണ് ഹെക്സഗൺ, 7 സൈഡ് ആകുമ്പോൾ ഹെപ്റ്റഗൺ, 8 സൈഡ് ആകുമ്പോൾ ഒക്ടഗൺ, 9, 10 അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ നോക്കാം. ഈ ട്രയാങ്കിൾസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 2 ബേസിലാണ്. അതായത് ഒന്ന് സൈഡ്സിന്റെ ബേസിലും ഒന്ന് ആംഗിൾസിന്റെ ബേസിലുമാണ്. അല്ലേ? നമ്മൾ നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ, അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈക്വലാറ്റർ ട്രയാങ്കിള്, സ്കെയിലിയൻ ട്രയാങ്കിള്, ഐസോസെലസ് ട്രയാങ്കിള്, പിന്നെ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിള്, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിള്, പിന്നെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അല്ലേ? ഇതിനെല്ലാം 3 വശങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ രൂപത്തിലും കുറെ പ്രോപ്പർട്ടീസും കൊണ്ടാണ് ഇങ്ങനെ ഓരോരോ പേരുകൾ അറിയപ്പെടുന്നത്. അല്ലേ? ഏത് ട്രയാങ്കിൾ ആയാലും 3 സൈഡ് ഉള്ളെന്ന് അറിയാം. അപ്പൊ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് കൊണ്ടാണ് നമ്മളത്. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു 3 സൈഡ് ഒരു ട്രയാങ്കിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയണം ഇത് ഇന്ന ട്രയാങ്കിളാണ്, ഇതിന് ഇന്ന പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ശരിയായിട്ട് പഠിച്ചോളാം. ഇനി ആദ്യം നമുക്ക് സൈഡ്സിന്റെ ബേസിൽ ഇതിനെ നമുക്ക് ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്യാം. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ പാർട്സ് ആണ് 3 സൈഡുകളും 3 ആംഗിളുകളും. അല്ലേ? അപ്പൊ ആദ്യമേ നമുക്ക് സൈഡ്സിന്റെ ബേസിൽ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. സൈഡ്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സൈഡ്സ്, അപ്പൊ നമുക്ക് ഒന്നാമത്തെ തന്നെ അറിയാം എന്താണ് 3 വശങ്ങളും തുല്യം വരുന്നു. രണ്ടാമത്തെ എന്തായിരിക്കും? ഏതെങ്കിലും 2 വശങ്ങൾ തുല്യം വരുന്നു. മൂന്നാമത്തെ എന്തായിരിക്കും? ഒരു വശങ്ങളും തുല്യമല്ല. അത് തന്നെയാണ് ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ. ഏതാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അല്ലേ? നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്ത് ഇക്വിലാറ്റർ. അല്ലേ? ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ ഇരിക്കണ്ട, PC 3 വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് എഴുതി നോക്കാം. 1, ഓൾ സൈഡ്സ് ആർ ഈക്വൽ. 2, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞു, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. പിന്നെ ഈ ആംഗിൾസിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, എന്താണ്? ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി. അപ്പം ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇല്ലേ? പിന്നെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, ഞാനിവിടെ ട്രയാങ്കിൾ വരച്ചപ്പോൾ ഇതാണ്ടോ ഓരോ സൈഡിലും ഒരു 2 ഡോട്ട് ഇട്ട് പിന്നെ ആംഗിളിനെല്ലാം ഒരുപോലെ മാർക്ക് ചെയ്ത്. ഇത് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ഫിഗറിനകത്ത് നമുക്ക് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടില്ലേ ഇവിടെ 2 വര ഇട്ടു, ഇവിടെയും 2 വര ഇട്ടു, ഇവിടെയും 2 വര ഇട്ടു. ഒരുപോലെ ഞാൻ മാർക്ക് ചെയ്തെല്ലാം തുല്യ സൈഡ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ആംഗിൾ ഇട്ടു, ഇവിടെ ഒരു ആംഗിൾ ഇട്ടു, ഇവിടെ ഒരു ആംഗിൾ ഇട്ടു. ഇല്ലേ? ഓരോ കയർ മാറ്റി. അപ്പം ഒരുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം തുല്യമാണെന്ന് നമുക്ക് പറയാം. കേട്ടോ? ഇനി അടുത്തത് രണ്ടാമത്തെയാണ്. ഒന്നാമത്തെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. രണ്ടാമത്തെ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ. ഒരു കാര്യം പറയാൻ പറ്റും, ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ മലയാളം എന്താണെന്ന് അറിയോ? സമഭുജ ത്രികോണം. എല്ലാ വശങ്ങളും തുല്യമായിട്ട് വരുന്ന സമഭുജ ത്രികോണം എന്ന് പറയും. ഇനി ഐസോസിലസ് ട്രയാങ്കിൾ, അതിന്റെ മലയാളം പേരാണ് സമപാർശ്വ ത്രികോണം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാനത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണേ. 2 ABC. കണ്ടോ? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വശങ്ങൾ തുല്യമായിരിക്കും, ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആംഗിൾസും തുല്യമായിരിക്കും, ഈ ആംഗിൾ വ്യത്യസ്തമായിരിക്കും. ഇവിടെ ഇങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. 1, എനി 2 ആംഗിൾസ് ആർ ഈക്വൽ. ഏതെങ്കിലും 2 ആംഗിൾസ് തുല്യമായിരിക്കും. ഏതെങ്കിലും 2 ആംഗിൾസ് തുല്യമായിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഏതെങ്കിലും 2 ആംഗിൾസും തുല്യമായിരിക്കും, ഏതെങ്കിലും 2 സൈഡ്സും തുല്യമായിരിക്കും. പക്ഷെ അത് ആ സൈഡ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ തുല്യമായ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങളായിരിക്കും തുല്യമായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അതായത് ഈ വശവും ഇവിടെ ഈക്വൽ വരത്തില്ല. കാര്യം എന്താണ്? ഇത് രണ്ടുമാണ് ആംഗിൾ കിടക്കുന്നത്. അപ്പം ഇത് രണ്ടുമാണ് തുല്യ ആംഗിൾസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ വശവും ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡും ആയിരിക്കും തുല്യം.
ഇല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ എന്നാണ് അതിന്റെ പോയിന്റ് പഠിക്കേണ്ടത്. അതായത് തുല്യ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങൾ തുല്യമായിരിക്കുന്നതാണ്. അപ്പം ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്, പഠിച്ചു വെച്ചിരിക്കണം. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് സ്കെയിലിയൻ. സ്കെയിലിയൻ ട്രയാങ്കിൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇരിക്കും. കണ്ട മൂന്നും ഡിഫറെന്റ് ആയി. കണ്ട കണ്ടോ? ഇവിടെ ഞാൻ ഒരു വര ഇട്ടുള്ളൂ, ഇവിടെ 2 വര ഇട്ടു, ഇവിടെ 3 വര ഇട്ടു. അതിനർത്ഥം എന്താ? ഇത് മൂന്നും ഡിഫറെന്റ് ആണ്. ഇനി അതുപോലെ ഇവിടെ ഒരു ആംഗിളിൽ ഒരു എന്തോ ആംഗിളെ മാർക്ക് ചെയ്തോളൂ, ഇവിടെ 2 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ 3 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? ഈ 3 ആംഗിളും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ഇതാ. ഒന്ന്, all sides are different. രണ്ടാമത്തേത് all angles are different. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയാണ് സൈഡ്സിന്റെ ബേസിൽ 3 ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് എന്ത് പഠിക്കാം? ആംഗിൾസിന്റെ ബേസ് പഠിക്കാം. ഇനി ആംഗിൾസിന്റെ ബേസ് പഠിക്കുമ്പോൾ ഒന്നാമത്തേതാണ് അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. അതായത് അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂന ത്രികോണങ്ങൾ. ന്യൂന ത്രികോണം എന്ന് പറയും. അതായത് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിലെ എല്ലാ കോണുകളും അക്യൂട്ട് ആംഗിൾ, അതായത് ന്യൂന കോണുകളാണെങ്കിൽ അവയെ നമുക്ക് എന്ത് പറയാം? അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ഇനി അക്യൂട്ട് ആംഗിൾ എന്താണെന്ന് അറിയാമല്ലോ? 90 ഡിഗ്രി താഴെ വരുന്ന കോണുകളെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പോൾ വരയ്ക്കാം. ഈ 3 ആംഗിളുകൾ എന്താണ്? 90 ഡിഗ്രി താഴെയാണ്. അതുകൊണ്ട് തന്നെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂന കോണുകൾ എന്ന് പറയും. അപ്പം ഒരു ത്രികോണത്തിൽ അക്യൂട്ട് ആംഗിൾസ് ഉണ്ടെങ്കിൽ ആ ത്രികോണത്തെ നമുക്ക് എന്ത് പറയാം? അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. എ ട്രയാങ്കിൾ ഹാവിംഗ് 3 അക്യൂട്ട് ആംഗിൾസ്. എ ട്രയാങ്കിൾ ഹാവിംഗ് 3 അക്യൂട്ട് ആംഗിൾസ്. ഇനി രണ്ടാമത്തെയാണ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. അതിന്റെ മലയാളമാണ് ബൃഹത് ത്രികോണങ്ങൾ. ബൃഹത് ത്രികോണം എന്ന് പറയും, ഇല്ലേ? ബൃഹത് ത്രികോണം. ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിളിന്റെ മെഷർമെന്റ് 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ അവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൃഹത് കോൺ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പം ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്ന ട്രയാങ്കിൾ നമുക്ക് എന്താ പറയാം? ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. അതിനൊരു എക്സാമ്പിൾ ആണ് ഇങ്ങനെ. എന്താ? ഇതാണ് ബൃഹത് കോൺ. അതിന്റെ നമുക്ക് എന്ത് എഴുതാം? എ ട്രയാങ്കിൾ ഹാവിംഗ് 1 ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി മൂന്നാമത്തെ ട്രയാങ്കിളിലാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താ പറയും? മട്ട ത്രികോണം. ഇല്ലേ? മട്ട ത്രികോണം. അതെന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്തായിരിക്കും? ഒരു ത്രികോണത്തിനകത്ത് ഒരു മട്ടകോണുകൾ ഉണ്ടെങ്കിൽ അവ എന്ത് പറയാം? നമുക്ക് മട്ടത്രികോണം. മട്ടകോണം എന്താണെന്ന് അറിയാലോ? 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ, ഇല്ലേ? അവ ഇങ്ങനെ വരും. കണ്ടോ? ഇതാണ് എ ട്രയാങ്കിൾ ഹാവിംഗ് 1 റൈറ്റ് ആംഗിൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഓർക്കുക എന്താണ് അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ലെസ് ദാൻ 90 ഡിഗ്രിയാണ് അക്യൂട്ട് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിളോ
ഒബ്റ്റ്യൂസ് ആംഗിൾ ആകുമ്പോൾ മോർ ദാൻ 90 ഡിഗ്രിയാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. റൈറ്റ് ആംഗിൾ ആകുമ്പോഴോ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം ഇതാണ് ട്രയാങ്കിളിന്റെ ക്ലാസിഫിക്കേഷന്റെ ബേസ്. ഇപ്പൊ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം ട്രയാങ്കിളിനെ കുറിച്ച് മിനിമം. പിന്നെ ഇതിനകത്ത് ഇനിയും വേറെ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ എന്താ പറയുക, വേറെ ട്രയാങ്കിൾസിന് ഓരോരോ ഇതിനടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈ ആംഗിൾസിന്റെ ഒക്കെ ആയിട്ട് വേറെ വേറെ പ്രോപ്പർട്ടീസ് 1-2 വരുന്നുണ്ട്. നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ മിനിമം ഇത്രയെങ്കിലും നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. അപ്പം ആംഗിൾസിന്റെ ടൈപ്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ? 2 രീതിയിൽ. ഒന്ന് സൈഡ്സിന്റെ ബേസിലും ഒന്ന് ആംഗിൾസിന്റെ ബേസിലും. സൈഡ്സിന്റെ ബേസിലും 3 രീതിയിലും ആംഗിൾസിന്റെ ബേസിലും 3 എണ്ണം. സൈഡ്സിന്റെ ബേസിലാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം, ഐസോസെൽസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം, 3 സ്കെയിലിയൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ എന്താണ് വിഷമഭുജം കേട്ടോ. സ്കെയിലിയൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ വിഷമഭുജ ത്രികോണം. അപ്പം ഇക്വലാറ്ററിലാകുമ്പം എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈച്ച് ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഐസോസെൽസ് ആകുമ്പോൾ 2 ആംഗിൾ തുല്യമായിരിക്കും, പിന്നെ 2 വശങ്ങൾ തുല്യമായിരിക്കും. എങ്ങനെയുള്ള വശങ്ങളായിരിക്കും? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന വശങ്ങൾ തുല്യമായിരിക്കും. ഇനി സ്കെയിലിയൻ ട്രയാങ്കിൾ ആകുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? എല്ലാം 3 കോണുകളും വ്യത്യാസമായിരിക്കും, 3 സൈഡ്സും വ്യത്യാസമായിരിക്കും. ഇനി ആംഗിൾസിന്റെ ബേസിൽ പോകുമ്പോൾ ഒന്നാമത്തെയാണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ, അതായത് ന്യൂന ത്രികോണം എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രികോണത്തിൽ 3 കോണുകൾ ന്യൂന കോണുകളാണെങ്കിൽ അവയെ നമുക്ക് എന്ത് പറയാം? ന്യൂന ത്രികോണം എന്ന് പറയാം. ന്യൂനകോണം എന്ന് വെച്ചാൽ എന്താണ്? 90 ഡിഗ്രി താഴെ, അതായത് 90 ഡിഗ്രി കുറവുള്ള കോണുകളെയാണ് നമ്മൾ ന്യൂന കോണുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിളിനകത്ത് ഒരു കോണെങ്കിലും ഒബ്റ്റ്യൂസ് ആംഗിൾ വന്നിട്ടുണ്ടെങ്കിൽ അവയെ നമുക്ക് എന്ത് പറയാം? ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് ബൃഹത് കോൺ വന്നാൽ ബൃഹത് ത്രികോണം എന്നറിയപ്പെടും ഇല്ലേ? ഇനി ബൃഹത് കോൺ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? 90 ഡിഗ്രി കൂടുതൽ വരുന്നത്, മോർ ദാൻ 90 ഡിഗ്രി മെഷർ വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ ബൃഹത് ത്രികോണം എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതായത് 90 ഡിഗ്രി, അതായത് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? അവയെ നമുക്ക് എന്ത് പറയാം? മട്ട ത്രികോണം എന്ന് പറയാം. മട്ടകോൺ വരുന്നത് മട്ട ത്രികോണം. അപ്പം ട്രയാങ്കിൾസിന്റെ ക്ലാസിഫിക്കേഷൻ ഇത്രയും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നമുക്കിനി അങ്ങോട്ട് മുന്നോട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോരോ പേരുകളെ കാണത്തുള്ളൂ. ഇതാണ് ഐസോസെൽസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്കെയിലിയൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിന്റെ പേര് കാണുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, ഇത് ഇന്ന ട്രയാങ്കിളാണ്, ഇതിന് ഇന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇതിന്റെ ഒരു ഏകദേശ രൂപം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയണം. അതുകൊണ്ട് നിങ്ങൾ ഇത് അത്യാവശ്യമായിട്ടും പഠിക്കണം. അറിയാൻ മേത്തൊരു നന്നായിട്ട് പഠിച്ചെടുത്തോണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക.